ഇന്ന് മദ്രസകളിൽ നാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒട്ടും പ്രായോഗികവും ഉപയോഗപ്രദവും അല്ലാത്തവയല്ലേ? ഇന്ന് മദ്രസകളിൽ പഠിപ്പിക്കുന്ന കച്ചവട നിയമങ്ങൾ അവ പഠിപ്പിക്കുന്നവർക്കോ പഠിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നവർക്കോ പ്രയോഗത്തിൽ കൊണ്ടുവരാനാകുമോ? വാങ്ങുന്നവനും കൊടുക്കുന്നവനും ബുദ്ധിയുള്ളവരായിരിക്കണമെന്ന് നാം പഠിപ്പിക്കുന്നു. ശേഷം ATMുമായി ഇടപാടുകൾ നടത്തുന്നു. വിൽക്കുന്നവൻ വിറ്റു എന്നും വാങ്ങുന്നവൻ വാങ്ങിയെന്നും പറയണം എന്ന് നാം പഠിപ്പിക്കുന്നു. ശേഷം ഇവ രണ്ടുമില്ലാതെ ഈ വിധം പഠിപ്പിക്കുന്നവർ തന്നെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊട്ടാൽ വുളൂ നഷ്ടപ്പെടുമെന്ന് നാം പഠിപ്പിക്കുന്നു. ഹജ്ജിൽ തവാഫ് ചെയ്യാൻ വുളൂ വേണം എന്നും നാം പഠിപ്പിക്കുന്നു. എന്നാൽ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കാതെ ഇന്ന് തവാഫ് ചെയ്യാൻ പറ്റുമോ? ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് ഹജ്ജിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്ന വേളയിൽ നാം പഠിപ്പിക്കുന്നുണ്ടോ? ഇന്ന് അധിക യാത്രകളും വിമാനത്തിലോ തീവണ്ടികളിലോ ആണ് നടത്തുന്നത്. എന്നാൽ ആ യാത്രകളിൽ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് യാത്രകളിലെ നമസ്കാരത്തിൻ്റെ രൂപം പഠിപ്പിക്കുന്ന ഘട്ടത്തിൽ നാം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സ്ഥാനത്താണ് കറൻസികളെന്ന് നാം പഠിപ്പിക്കുന്നു. എന്നാൽ വ്യത്യസ്ത കറൻസികൾ ഉപയോഗിച്ച് റൊക്കമല്ലാതെ നാം ഇടപാട് നടത്തുന്നു. ഇതിൻ്റെ ഇസ്ലാമിക നിയമം നാം പഠിപ്പിക്കുന്നുണ്ടോ? ബാങ്ക് പലിശയെക്കുറിച്ച് നാം പഠിപ്പിക്കുന്നു. പണമിടപാടുകളിൽ അവധിപ്പലിശയും കൈപ്പലിശയും വരുന്ന രീതികളെക്കുറിച്ച് നാം പഠിപ്പിക്കുന്നുണ്ടോ? ചുരുക്കത്തിൽ 10-12 വർഷം മതപഠനം നടത്തിയ ശേഷം ഒരു കുട്ടി ചിന്തിക്കുകയാണ്, ഞാൻ ഇതുവരെ പഠിച്ചതനുസരിച്ചല്ലല്ലോ ഞാൻ പ്രവർത്തിക്കുന്നത്, എങ്കിൽ ഞാൻ എന്തിനാണ് അവയൊക്കെ പഠിച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അവന് എന്നല്ല അവനെ പഠിപ്പിച്ചവർക്ക് പോലും കഴിയുമോ? ഇന്ന് അധികവും ഓൺലൈൻ ഇടപാടുകളാണ് നടക്കുന്നത്. ഈ ഇടപാടുകളുടെ ഇസ്ലാമിക നിയമങ്ങൾ ഇന്നത്തെ സിലബസുകളിലുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ഇന്നത്തെ മദ്രസ പഠനം കൊണ്ട് എന്ത് ഫലമാണുള്ളത്? ആകയാൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ നിർബന്ധമായും ചെയ്യേണ്ടത് ഇന്നത്തെ സമൂഹത്തിനു കൈകാര്യം ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളുടെ മതനിയമങ്ങൾ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ്. എങ്കിൽ മാത്രമേ ആ അറിവുകൾ കൊണ്ട് പഠിക്കുന്നവർക്ക് വല്ല ഉപകാരവും ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കുറേ അധ്വാനവും സമ്പത്തും സമയവും നഷ്ടപ്പെടലാകും മിച്ചം.